ഹലോ, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ കണവത്തോരനാണ് ചെയ്യുന്നത്. പലരും പല രീതിയിലായിരിക്കും കണവത്തോരൻ ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് കണവ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. പിന്നെ നമുക്ക് അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പോളം ഒരു തേങ്ങേൻ്റെ പകുതി ഭാഗം എടുത്തിട്ടുണ്ട്. ഒരു പകുതി ഇഞ്ചി, ഒരു 8-9 അല്ലി വെളുത്തുള്ളി, പിന്നെ എരിവിനനുസരിച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി. ഇത്രയാണ് ഞാൻ അരച്ചെടുക്കാനായിട്ട് പോകുന്നത്. ഇതിന് നമുക്ക് നന്നായിട്ട് നമ്മൾ തോരത്തിന് അരയ്ക്കുന്ന പോലെ തരിതരിപ്പായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഞാൻ ഇവിടെ ഒരു മൺചട്ടി എടുക്കുന്നുണ്ട്. മൺചട്ടിയിലാണ് ഞാൻ തോരൻ തയ്യാറാക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് കടുക്, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഒന്ന് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുഞ്ഞുള്ളിയാണ് ഉപയോഗിക്കുന്നത്, നമ്മൾ ചെറിയ ഉള്ളി ഞാൻ ഒരു 20-25 ചെറിയ ഉള്ളി നെടുകി ഒന്ന് കട്ട് ചെയ്ത ചെറിയ ഉള്ളിയും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ മാത്രമേ നിങ്ങൾ സവാള എടുത്തിട്ട് തോരൻ തയ്യാറാക്കാവൂ. ഇനി നമുക്കിതിലോട്ട് ഒരു 3 പച്ചമുളക് നെടുകി ഒന്ന് കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കണവയും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നല്ല രീതിക്ക് നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയേ. കാരണം കണവയിൽ ആ ഒരു വെള്ളത്തിൻ്റെ ഇതുള്ളതുകൊണ്ട് വളരെ കുറച്ച് വെള്ളം ഉപയോഗിച്ച് നമ്മളിത് വേവിച്ചെടുത്താൽ മതി. എന്നിട്ട് കണ്ടല്ലോ, ഇത്രയും വെള്ളം നമ്മൾ 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത്രയും വെള്ളം വരുന്നുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടെന്ന് അരപ്പിന് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണേ. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കിക്കൊള്ളാം. നന്നായിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളം നന്നായിട്ടൊന്ന് വറ്റി വെള്ളത്തിൻ്റെ ആ ഒരു ഇതേ പോയതിന് ശേഷം വേണം നിങ്ങൾ തോരത്തിൻ്റെ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാനായിട്ട്. നന്നായിട്ട് ഞാനൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് ഞാനിപ്പോൾ ഉപ്പ് ഒരല്പം കുറവുണ്ടായിരുന്നുകൊണ്ട് ഞാൻ ഇതിലോട്ട് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഗരം മസാല പൊടിയും കൂടെയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് കുറച്ച് ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോഴത്തേക്ക് ആ ഒരു ടേസ്റ്റ് നല്ല രീതിയിൽ നമുക്കൊന്ന് മുന്നിട്ട് കിട്ടുള്ളൂ. കുറച്ച് ഗരം മസാല പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുന്നത്. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ നല്ലൊരു തോരൻ്റെ റെസിപ്പിയാണ്. ബൈ.